ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. വളരെ എളുപ്പത്തിലും അതേപോലെ രുചികരവുമായ ഒരു ബ്രെഡ് പുഡിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. മനസ്സിന് കുളിർമയും അതേപോലെ സന്തോഷവും നൽകുന്ന നല്ലൊരു മധുര വിഭവം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമേ തന്നെ ബ്രെഡ് പുഡിങ്ങിലേക്ക് ആവശ്യമായ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 കപ്പ് പാലിൽ നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി മിൽക്ക് സോസ് തയ്യാറാക്കുവാനായി ചൂടായ പാനിലേക്ക് 3 കപ്പ് പാല് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മധുരത്തിനാവശ്യമായ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് പാലൊന്ന് തിളപ്പിക്കാം. ഇത് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യും. ഇനി പുഡിങ്ങിലേക്ക് ആവശ്യമായ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഇത് നൂൽപ്പരുവ ആകേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡിന്റെ അരികുവശങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം മതി. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 6 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് അതിനുശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡുകളെല്ലാം ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡുകൾ വെച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഡ്രൈ നട്ട്സും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ട്സും പിസ്തയുമാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ കാഷ്നട്ട്സ് പോലുള്ള ഡ്രൈ നട്ട്സ് ഉപയോഗിക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ ഫ്രഷ് കോക്കനട്ട് ആയാലും മതി. ഇനി ആദ്യമേ ഇതിന് മുകളിലേക്ക് കുറച്ച് ഡ്രൈ നട്ട്സും കോക്കനട്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് സോസ് മുഴുവനായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതിനു മുകളിലേക്ക് ബാക്കിയുള്ള ഡ്രൈ നട്ട്സും കോക്കനട്ടും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കൊതിയൂറും ബ്രെഡ് പുഡിംഗ് തയ്യാർ. ഇത് നമുക്ക് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. വളരെ രുചികരമാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.